തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ യൂറോപ്യൻ സന്ദർശനം പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് മോദി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച സ്റ്റാലിൻ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണ നൽകുകയും വലിയ ചർച്ചയായി. ഇത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇന്ത്യയെ വിമർശിക്കുന്നതിന് സമാനമായ നടപടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനായിരുന്നു സ്റ്റാലിൻ പ്രധാനമായും വിമർശിച്ചത്. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്ന മോദി സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് റഷ്യൻ എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യൻ എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നതിനുള്ള അവസരം ഇന്ത്യ പ്രയോജനപ്പെടുത്തി. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും സഹായിച്ചു. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സ്റ്റാലിൻ യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ നയത്തെ വിമർശിച്ചത്. ട്രംപുമായി ചർച്ചകൾ നടത്തി വ്യാപാര തീരുവ പ്രശ്നം പരിഹരിക്കണമെന്ന സ്റ്റാലിന്റെ വാദം കൂടുതൽ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയാൽ ഇന്ത്യക്ക് മേലുള്ള വ്യാപാര ചുങ്കം കുറയ്ക്കാമെന്ന് അമേരിക്ക നിലപാടെടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ അപകടത്തിലാക്കും. കൂടാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയുടെ കാർഷിക മേഖല തുറന്നു കൊടുക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇത് രാജ്യത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കുകയും പുതിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ഇന്ത്യയുടെ കാർഷിക മേഖലയെ ബലി കൊടുത്തുകൊണ്ട് ഒരു വ്യാപാര കരാറിനും താല്പര്യമില്ലെന്ന നിലപാടാണ് മോദി സർക്കാർ.